Hello everyone. എൻ്റെ ഇൻ്റർവ്യൂവിൽ എനിക്ക് ഫസ്റ്റ് ആയിട്ട് ചോദിച്ച ചോദ്യമായിരുന്നു വൈ ഡിഡ് ഐ ചൂസ് ദിസ് പ്രൊഫഷൻ. അന്ന് ഞാൻ പുള്ളിക്കാരിയുടെ ഓണസ്റ്റായിട്ട് ഉത്തരം പറഞ്ഞു, എൻ്റെ അംബീഷൻ ക്യാബിൻ ക്രൂ അല്ല, എനിക്ക് വേറൊരു അംബീഷനാണുള്ളത്. പക്ഷേ അത് ഏവിയേഷനിൽ തന്നെ റിലേറ്റഡ് ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇപ്പോൾ തൽക്കാലം എനിക്ക് അങ്ങോട്ട് എത്താൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനൊരു ജോലി തിരഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അത് മാത്രമല്ല, ക്യാബിൻ ക്രൂ എന്നുള്ള ജോലി പറയുമ്പോൾ പല ആൾക്കാർക്കും ഇത് ജസ്റ്റ് ഒരു വെയിറ്റ് പോലെ ഫ്ലൈറ്റിൽ വെയിറ്റ് ചെയ്യുന്ന മാത്രമേ ആയിരുന്നു അറിയുള്ളൂ. അപ്പോൾ എനിക്കറിയായിരുന്നു ഇതിൻ്റെ ഇമ്പോർട്ടൻസ്. അത് മാത്രമല്ല, ഇതിൽ മുകളിൽ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് എൻ്റെ ഫാമിലിക്കും എൻ്റെ റിലേറ്റീവ്സിനും എൻ്റെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർക്കും കൂടി ഞാൻ വഴി അത് പറഞ്ഞു കൊടുക്കാൻ പറ്റും എന്നെനിക്കറിയായിരുന്നു. അതുകൊണ്ടും കൂടെയാണ് ഞാൻ ഈ പ്രൊഫഷൻ തന്നെ ചൂസ് ചെയ്യാനും കാരണം. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ പോലെ നിങ്ങളും കുറേ ആൾക്കാർ വിചാരിക്കുന്നുണ്ടാവും ക്യാബിൻ ക്രൂ മീൻസ് ജസ്റ്റ് ഈ കാണുന്ന ഗ്ലാം മേക്കപ്പ് ഇട്ട് റെഡിയായി പോവുക, ജസ്റ്റ് ഇങ്ങനെ ടീ കോഫിയൊക്കെ സെർവ് ചെയ്യുക. പക്ഷേ അത് മാത്രമല്ല, ക്യാബിൻ ക്രൂവിൻ്റെ ഇൻ്റർവ്യൂക്ക് സെലക്ട് ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു 3 months ട്രെയിനിങ് ആണ്. അതും ഭയങ്കര ഒരു ഹെക്റ്റിക് ട്രെയിനിങ് ആണ്. നമുക്കൊരു ലീവ് പോലും എടുക്കാൻ പറ്റില്ല. അവർ തരുന്ന ഒരു ദിവസം ഓഫ് ഉണ്ടാകും, അതല്ലാതെ വേറൊരു ലീവും നമുക്ക് ഹെൽത്ത് വൈകിയ പോലും നമുക്ക് ലീവ് എടുക്കാൻ പറ്റില്ല. ലീവ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ റെലിഗേറ്റ് ആവും. എന്ന് വെച്ചാൽ നമ്മൾ ഫെയിൽ ആവുന്ന പോലെയാണ്. നമ്മൾ വീണ്ടും സ്റ്റാർട്ടിങ് തൊട്ട് തന്നെ ചെയ്യേണ്ടി വരും. 3 പ്രാവശ്യം റെലിഗേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അത് ടെർമിനേഷനും ആണ്. അപ്പോൾ ഈ ഒരു കാര്യം ഈ ഒരു 3 months നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു വെച്ചാൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറയുന്ന പോലെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിലേതൊക്കെയെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ പോയിസ് കാര്യങ്ങളുണ്ടാവും, പിന്നെ കസ്റ്റമർ സർവീസ് ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് എയ്ഡ് പഠിച്ചു. ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് എനിക്കൊരു CPR കൊടുക്കാനും ഒരു കുട്ടിയുടെ പ്രസവ് എടുക്കാനും അങ്ങനെ പല കാര്യങ്ങളും ഒരു ഫസ്റ്റ് എയ്ഡറിന് എന്തൊക്കെ അറിഞ്ഞിരിക്കണം അതൊക്കെ അവർ പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. കാരണം ഫ്ലൈറ്റിൽ എന്തെങ്കിലും ഒരു ആപത്ത് ഒരാൾക്ക് വയ്യായ്ക വന്നാൽ നമ്മൾ മാത്രമാണ് ഉള്ളത് രക്ഷിക്കാനായിട്ട്. അതിനുശേഷം 11 ദിവസത്തോളം നീണ്ടു നിൽക്കുന്നൊരു ട്രെയിനിങ്ങാണ് എമർജൻസി. വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്ലസ് ഹെക്റ്റിക് ആൻഡ് സ്കേറിയസ്റ്റ് ആൻഡ് ഡിഫിക്കൾട്ട് ട്രെയിനിങ് ആണ് എമർജൻസി എന്ന് പറയണേ. നമ്മൾ ഡിച്ചിങ് ചെയ്യണം, കുറേ കാര്യങ്ങൾ ചെയ്യണം. ഡിച്ചിങ് എന്നൊക്കെ പറയുന്നത് വെള്ളത്തിലെടുത്ത് ചാടുക, അതേപോലെ ഫയർ എക്സ്റ്റിങ്ക്വിഷ്, അങ്ങനെ കുറേ പരിപാടികൾ. ഡോർ ഓപ്പൺ, ഡോർ ക്ലോസിങ്, ആർമിങ്, ഡിസാർമിങ്. എക്സാമിന് പോലും ഇതിന് ഏതെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഫെയിലായി, പിന്നെ വീണ്ടും നമ്മൾ 11 ദിവസം എമർജൻസിയിൽ ട്രെയിനിങ് ചെയ്യണം. അപ്പോൾ അത്രയും ഹെക്റ്റിക്കും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഇമ്പോർട്ടൻസ് അത്രയ്ക്ക് ഉള്ളതുകൊണ്ടാട്ടോ. കാരണം നമ്മൾ ആർമിങ് മൂഡിൽ എങ്ങാനും ഡോർ ഓപ്പൺ ചെയ്താൽ മരണം വരെ നടക്കാനുള്ള സംഭവമുണ്ട് താഴെ ഗ്രൗണ്ട് സ്റ്റാഫിനൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ഇമ്പോർട്ടൻസ് അവർ തരുന്നത്. അപ്പോൾ ഒരു ക്യാബിൻ ക്രൂയുടെ ജോലി നിങ്ങൾ വിചാരിക്കുന്ന പോലെ ജസ്റ്റ് ടീ കോഫി സെർവ് ചെയ്യല്ല. അവരുടെ ആ ബാക്ക് ബോണിൽ അത്രയും വെയിറ്റ് ഉണ്ട്, അത്രയും റെസ്പോൺസിബിലിറ്റിയാണ് അവരുടെ കയ്യിലിരിക്കുന്നത്. സോ നിങ്ങൾ ഇനി ഒരു ഫ്ലൈറ്റിൽ പോകുമ്പോൾ നിങ്ങളുടെ ക്യാബിൻ ക്രൂവിനോട് ഒരിക്കലും റൂഡ് ആവരുത് കേട്ടോ. ബിക്കോസ് കുറേ കാര്യങ്ങളുടെ ഇതിലായിരിക്കും അവർ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ, ബൈ.